ഇന്ന് കോൺഗ്രസിൽ ഇന്ന് സജീവമായിട്ടുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മറ്റാരായാലും ഇവിടെ അടുത്ത 40 ദിവസം വന്നാലും ഒരു കാര്യവുമില്ല. ഇവിടെ ശ്രീ നരേന്ദ്രമോദിജി ആണ് എനിക്ക് പ്രചരണത്തിന് ആദ്യത്തെ ദിവസം വന്നത്. പിതാവിന്റെയും പുത്രന്റെയും രക്ഷ ഈ ദുനിയാവിലെ ചേട്ടൂന് എപ്പോഴും ഉണ്ടാവും. അത് അദ്ദേഹം വന്ന 1 മിനിറ്റിന്റെ ഇമ്പാക്ട് പോലും വേറെ ഒരു നേതാവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിലൊരാളുണ്ടേ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. ഞാനൊരു 4.5 ലക്ഷം വോട്ടിനും ഇടയ്ക്കുള്ള വോട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. 2-3 ദിവസമായിട്ട് ശ്രീ ആന്റവാനി ഒരു പരാജിതന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റേതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്, ഒരു MP തെരഞ്ഞെടുക്കേണ്ട തെരഞ്ഞെടുപ്പല്ല. ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ഓർമ്മയ്ക്കുള്ള ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. എന്ത് തല്ലിപ്പുള്ളി പാട്ട്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശ്രീ നരേന്ദ്രമോദിജി വരുമ്പോൾ മറ്റാര് വന്നാലും എന്ത് കാര്യം? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. നീ അതിന് കാരണം ഇവിടെയുള്ള ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർക്കും മറ്റെല്ലാ സമുദായത്തിലുള്ളവരെ പോലെ നമ്മളിൽ ഇത്ര വിശ്വാസമുള്ളത് കാരണമാണ് നടക്കുന്നത്. അങ്ങനെയൊക്കെ വഴിയില്ലോ. പക്ഷെ കേരളത്തിൽ മാത്രം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല. ഏതായി മർക്കടം വിവരദോഷി UDF ആയാലും LDF ആയാലും അവരൊരു ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അത് നടക്കില്ല. ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? കേരളത്തിലെ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ എല്ലാ ജനങ്ങളുടെയും അനുഗ്രഹം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് കാണാം. വേണ്ടദാസ, സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. വല്ലതറിയാവോ പറഞ്ഞു കൊടുക്ക് സാറ്. മണ്ണിൽ പുതുയുഗം തീർക്കനുണ്ടേ. അതിച്ചിരി കൂടുതലല്ലേ? നെഞ്ചിൽ താമര നിറയുന്നുണ്ടേ. എങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. എന്ത് എങ്ങനെ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. ഇത് തോക്കുന്നതിന് മുമ്പേ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു തുടങ്ങി. അതായത് അദ്ദേഹം പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഇനി റിസൾട്ട് വരാൻ കാത്തിരിക്കേണ്ട സമയമേ ഉള്ളൂ. ഞാനും ജപ്പാൻജിയും യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? 2 സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പെട്ടിയാകാമല്ലോ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്.